ഹായ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇഡ്ഡലി സാമ്പാറുമായിട്ടോ. സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്, കഴുകി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു പിടി കൊച്ചുള്ളി എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി അതും സാമ്പാർ പരിപ്പൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. സാമ്പാർ പരിപ്പ് ഒന്ന് വെന്ത് വരണേ. ആവി പോകുന്ന വരെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇച്ചിരി വലിപ്പത്തിന് അരിഞ്ഞെടുക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകി 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറിയൊരു കായക്കട്ടയും പിന്നെ കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. തക്കാളിയും പിന്നെ വെണ്ടയ്ക്കയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കടുക് വറക്കാനുള്ള കേട്ടോ. എന്നിട്ട് നമുക്കിത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യും. 2 വിസിൽ. അപ്പോഴത്തേക്ക് ഇഡ്ഡലി വെക്കാമേ. അതിന് മാവ് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് കവിഞ്ഞൊഴിക്കല്ലേ കേട്ടോ, പകുതി ഒരു മുക്കാലോളം ഒഴിക്കാവൂ, എന്നാലേ നല്ല ഇഡ്ഡലി നല്ല പൊങ്ങി വരത്തുള്ളൂ. ഇത് ഇച്ചിരി കട്ടി ബാറ്ററാണ്. നമ്മൾ ദോശയുടെ ആണ് ഇച്ചിരി ലൂസല്ലേ, അപ്പോൾ ഇഡ്ഡലി നല്ല പൊങ്ങി വരത്തില്ല, അമങ്ങിയിരിക്കും. അപ്പോൾ ഇത് നല്ല കട്ടി മാവാണ്. ഞാനിത് 1 നാഴി ഉഴുന്നും 3 നാഴി പച്ചരി 1 നാഴി ഡൊപ്പേരി ഇട്ട് ആട്ടിയതാണ് കേട്ടോ. ശകലം ഉലുവ ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിക്ക് അരച്ചെടുത്തതാണ്. ഇഡ്ഡലി എല്ലാം വെച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിസിലെല്ലാം കേട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് 2 തക്കാളിയും 4 വെണ്ടയ്ക്കയാണ് എടുത്തത്, അതുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ മസാല, ശകലം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇത് നല്ലപോലെ ഇളക്കി പച്ചമണമൊക്കെ മാറുമ്പം പുളിവെള്ളം പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കുക. ഇതിന് 2 തക്കാളിയും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ പുളിവെള്ളമല്ല അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് നമ്മളിപ്പം കടുക് വറുത്ത് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ തിളപ്പിച്ച് വെച്ചില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ല തിളപ്പിച്ചാൽ മതി. സാമ്പാർ റെഡിയാണേ. എന്നിട്ട് ഇതാണ്ട് നമ്മുടെ ഇഡ്ഡലി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ മല്ലിയില ഇട്ടില്ല. അപ്പോൾ ഇഡ്ഡലി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വിട്ട് വരുന്നേ. കണ്ടോ, തൊടുമ്പോഴേ നല്ല വിട്ട് വരും കേട്ടോ. നല്ല പൊങ്ങിയും വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സപ്പോർട്ടും ചെയ്യണം. ഇതുപോലെ ഓരോ വീഡിയോ ഇനി ഇടാമേ. ബായ്.